ഈ ചെറുപ്പത്തിലെ ഇങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളായിരുന്നു അല്ലെ? പെട്ടെന്ന് നമ്മൾ ഈ ജോലിക്ക് കയറി ഫ്രസ്ട്രേഷൻ അടിച്ചപ്പോ ആഗ്രഹങ്ങൾ കൂടിയതാണോ രണ്ടുപേർക്കും? ഫ്രസ്ട്രേഷൻ ആവാനുള്ള പ്രശ്നങ്ങൾ ഇല്ല. എന്തായാലും ഒരു ഒന്നാമത് ഭയങ്കര ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെയല്ല. ഞാൻ ഈ നാട് ഞാൻ ഫേമസ് ആക്കിയ പോലെ ഞാൻ ഫേമസ് ആക്കിയ ഒരു സ്കൂളുണ്ട്, നാട്ടിക എസ് ട്രസ്റ്റ്. 3 കൊല്ലായിട്ട് കണ്ടിന്യൂസ് 100% മേടിച്ചു വരുന്ന സ്കൂളാ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ തോറ്റു. 52-10-128 എന്റെ +2 രജിസ്ട്രേഷൻ നമ്പർ. എഴുതി തോറ്റു. അനിയന്റെ കൂടെ പോയിട്ട് പരീക്ഷ എഴുതി തോറ്റു. അപ്പൊ ആ സ്കൂളിന് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടാണ്. അപ്പൊ അവര് സ്ഥിരമായിട്ട് 100% കളഞ്ഞ ഒറ്റയ്ക്ക് തോറ്റ് ആ സ്കൂളില് പിന്നീട് ഒരു ഗസ്റ്റ് ആയി പോയിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയാ. ഭയങ്കര അപ്പൊ സംഭവല്ലേ? അത് ഭയങ്കര സംഭവങ്ങളാണുള്ളത്. ഇത് മമ്മൂക്കയുടെ ഒരു സിനിമയില്ലേ, നമുക്ക് ഇതുപോലെ ഒരു തൃശ്ശൂരുള്ള തന്നെ ഷൂട്ട് ചെയ്തൊരു പുണ്യാളായിട്ട് വരുന്ന ഒരു സിനിമയില്ലേ ഗണപതി? പ്രാഞ്ചിയേട്ടൻ. ഗണപതി ആ സ്കൂളിലെ കാരണം 1% മൊത്തം കുറഞ്ഞ കഥ അതുപോലെയാണോ? പിന്നീട് ഗണപതിയും മമ്മൂക്കയും കൂടി ഒരുമിച്ച് എക്സാം എഴുതി രണ്ടുപേരും പാസ്സാവാണ്. അതുപോലെ പാസ്സായ ഒരാളാണ് അല്ലേ? ഭയങ്കര പാസ്സാവില്ലേ. അനിയൻ ചേട്ടനെ എത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് അനുഭവിച്ചാലറിയാം. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് +2 എഴുതാൻ പോണു, ഒരാൾ ഡിഗ്രിക്ക് പോണു, ഒരാൾ വീട്ടിൽ നിന്ന് LLBക്ക് പോണു. ഇതൊക്കെ അവിടെ ഒരു സൈഡിൽ നിന്ന് ഗ്രാഫ് ഇങ്ങനെ പൊന്തി പൊന്തിയായിട്ട് ഒരു സ്ഥലത്ത് സ്ഥിരമായി തന്നെ ഇരിക്കുന്നത്.